ഫലസ്തീൻ ജനതയ്ക്ക് സഹായവും പിന്തുണയുമായി ഗസ തീരം ലക്ഷ്യമിട്ടെത്തിയ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലെ തടഞ്ഞ് ഇസ്രയേൽ 13 ബോട്ടുകൾ ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തു. 30 ബോട്ടുകൾ ഗസ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഗ്രെറ്റ തുംബർഗ് അടക്കം 200 പേരെ ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് വിവരം. ഇസ്രയേൽ നടപടിക്കെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം 70 പേരാണ് കൊല്ലപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി MCA നാസർ ഒപ്പം BK സുഹൈൽ ന്യൂസ് ഡെസ്കിലും ചേരുന്നു. MCA, എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്? എന്താണ് ആകെ എത്ര കപ്പലുകൾ ഉണ്ടായിരുന്നു, അതിൽ എത്ര ബോട്ടുകൾ, അതിൽ എത്ര എണ്ണം പിടിച്ചെടുത്തു? ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഈ ഫ്ലോട്ടില സംഘാടകർ എന്ത് നിലപാടിൽ നിൽക്കുന്നു? നിഷാദ്, വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10-ലധികം ബോട്ടുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഗസ തീരത്തിന്റെ 40 നോട്ടിക്കൽ അകലെ എത്തിയിരിക്കുന്നു. അവർ മുന്നോട്ട് തന്നെ പ്രയാണം തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഈ ബോട്ടുകളും അടുത്ത ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ തങ്ങൾ തടയും, അതിലെ എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും തങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയിരിക്കുന്ന ഏതാണ്ട് 20ഓളം പടക്കപ്പലുകളും അതിലും കൂടുതൽ ബോട്ടുകളൊക്കെ അയച്ചുകൊണ്ടാണ് ഈ ഫ്ലോട്ടിലെയെ ഗസ തീരത്തേക്കുള്ള യാത്രയിൽ നിന്ന് തടയാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് ഇസ്രായേൽ നാവികസേന രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിനെയും ഗസ തീരത്തേക്ക് അടുപ്പിക്കുകയില്ല എന്ന തീരുമാനത്തിൽ ഇസ്രായേൽ നിലയുറപ്പിക്കുമ്പോൾ തന്നെ എല്ലാ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഭീഷണികളും അതിജീവിച്ചുകൊണ്ട് തന്നെ തങ്ങൾ ഗസയിൽ എത്തിച്ചേരുമെന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഈ ഫ്ലോട്ടിലയുടെ ഭാഗമായിട്ടുള്ള 10-ലേറെ ബോട്ടുകൾ ഇപ്പോൾ ഗസ തീരത്തിനോട് ഏതാണ്ട് അടുത്തെത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു നിലയ്ക്കും അവയെ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഡ്രോണുകൾ അയച്ചും കടലിൽ മൈനുകൾ പാകിയും അതിശക്തമായിട്ടുള്ള പ്രതിരോധം തന്നെ തീർക്കുന്നതായിട്ട് ഇസ്രായേലും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ലോകതലത്തിൽ ഈ ഫ്ലോട്ടിലെ തടഞ്ഞ സംഭവം വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും യൂറോപ്യൻ നഗരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ റാലികൾ ഇന്നലെ രാത്രി മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, 2 ദിവസം മുമ്പ് കൂടുതൽ ഫ്ലോട്ടിലുകൾ ഇറ്റലിയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഗസ തീരം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു നിലക്കും തങ്ങൾ പിറകോട്ടില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഫ്ലോട്ടിലയുടെ സംഘാടകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെ അറസ്റ്റിലായവരെ അസ്ദോത്ത് തുറമുഖത്തേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അവിടെ തടങ്കലിൽ വെച്ച് 2-3 ദിവസം പിന്നിട്ടതിന് ശേഷം അവരെ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുമെന്നാണ് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ലോക മനസാക്ഷിയുടെ പരിച്ഛേദമായിട്ട് ഈ ഫ്ലോട്ടിലെ യാത്ര മാറുകയാണ്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഏതാണ്ട് ഗസ തീരത്തോട് 40 നോട്ടിക്കൽ മൈൽ അകലെ എന്ന വലിയ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ഇതിലെ പല ബോട്ടുകൾക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ പിടിച്ചെടുത്ത ബോട്ടുകളിലെ ഭക്ഷ്യസാധനങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇസ്രായേൽ നാവികസേന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വെള്ളം പമ്പ് ചെയ്തും മറ്റുമാണ് ഈ ബോട്ടുകളിലെ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഈ സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളൊക്കെ ഇസ്രായേൽ സേന നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബോട്ടുകൾ പൂർണ്ണമായിട്ടും തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ 10-ലധികം ബോട്ടുകൾ എന്തായാലും ഇപ്പോൾ ഗസ തീരം ലക്ഷ്യം വിട്ടുകൊണ്ട് തന്നെ മുന്നേറുകയാണ്. അവയെ ഒരു നിലയ്ക്കും ആക്രമിക്കരുതെന്ന മുന്നറിയിപ്പ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും UN നൽകിയിട്ടുണ്ട്. കാരണം അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ച് ഇത്തരമൊരു നീക്കത്തെ തടയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ UN നൽകി വരുന്നത്. കാരണം ഇതൊന്നും തന്നെ പക്ഷേ ഇസ്രായേലിനെ ഈ ഒരു നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിട്ടില്ല. അതിശക്തമായിട്ടുള്ള നാവിക മുന്നൊരുക്കങ്ങളുമായിട്ട് ഇസ്രായേൽ വീണ്ടും ആ ഗസ തീരത്തോട് ചേർന്ന് തമ്പടിച്ചിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിഷാദ്, ഈ കാര്യത്തിൽ ഇസ്രായേൽ ഒരു കടുത്ത അഗ്രസീവായ സമീപനം എടുക്കുന്നുണ്ടോ? MCA, നേരത്തെ മുൻപത്തെ കാലം നമുക്ക് ഓർമ്മയുണ്ട്, ആ ബോട്ടുകൾ ആക്രമിക്കുക, ആളുകളെ കൊന്ന ചരിത്രം പോലുമുണ്ട്. ഇത്തവണ പക്ഷേ ഇസ്രായേൽ നിങ്ങൾ സഹായം ഞങ്ങളുടെ കയ്യിൽ തരൂ, ഞങ്ങൾ നേരിട്ട് എത്തിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ തുറമുഖം വഴി വരൂ എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ സന്ധി സംഭാഷണത്തിൽ ലൈനൊക്കെ എടുത്തിട്ടുണ്ട്. അത് ലോകത്ത് കുറച്ചുകൂടി നമ്മൾ ഒറ്റപ്പെടുകയാണ്. UN അസംബ്ലിയിൽ പോലും വലിയ കൂക്കിവിളികൾ നേരിടുകയാണ്. അതുകൊണ്ട് ഇവരോടൊരു അഗ്രസീവായ ആക്രമണോത്സുകമായ നയം എടുക്കുന്നത് അപകടകരമായിരിക്കുമെന്നൊരു മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി ഒരു മയപ്പെട്ട വഴിയാണോ ഇസ്രായേൽ സ്വീകരിക്കുന്നത്? എന്താണ് മൊത്തത്തിലുള്ള മൂഡ് കാണുമ്പോൾ തോന്നുന്നത്? നിഷാദ്, തീർച്ചയായിട്ടും. കാരണം ഇസ്രായേലുമായിട്ട് ഏറ്റവും വലിയ ചങ്ങാത്തം പുലർത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില യാത്ര ആരംഭിച്ചിരിക്കുന്നതും അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇറ്റലി ഉൾപ്പെടെയുള്ള ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നേരത്തെ തന്നെ നൽകിയിരുന്നു. ഒരു നിലക്കും ഈ ഫ്ലോട്ടിലയെ ആക്രമിക്കാനോ അതിലെ സന്നദ്ധ പ്രവർത്തകർക്ക്, പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകർക്ക് ഏതെങ്കിലും നിലക്കുള്ള അപായം സംഭവിച്ചാൽ അതിശക്തമായിട്ടുള്ള
പ്രതികരണം തങ്ങൾക്ക് നടത്തേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. കാരണം അതാത് നഗരങ്ങളിൽ ഇപ്പോൾ ബെൽജിയം, ഇറ്റലി ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഇസ്രായേലിന് എതിരായിട്ടുള്ള ഒരു വികാരവും രൂപപ്പെടുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെടൽ, കാരണം ഇപ്പോൾ അമേരിക്കയുമായി ചേർന്ന് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊളോണിയൽ പദ്ധതി അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും നിലക്ക് ആക്രമണം ഉണ്ടാവുകയും അത് വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ യൂറോപ്യൻ നഗരങ്ങളിൽ ആരംഭിക്കുന്നത് അതാത് രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിക്കും. ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ പുനരവലോകനം ചെയ്യേണ്ടി വരും. ഇസ്രായേലിലേക്കുള്ള ആയുധക്കടത്ത് അവർ നിർത്തിവെക്കേണ്ടി വരുമെന്ന് സ്പെയിൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വളരെ കരുതലോടുകൂടി മാത്രമാണ് ഇത്തവണ ഈ ഒരു ഫ്ലോട്ടിലെ ഇസ്രായേൽ നേതൃത്വം നേരിടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദൂരം, ഏതാണ്ട് 40 നോട്ടിക്കൽ മൈൽ അകലെ ഗസ തീരത്തോട് ചേർന്ന് ഈ ബോട്ടുകൾക്ക് എത്താൻ സാധിച്ചു എന്നത് വലിയ വലിയ നിർണായകമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. കാരണം ഒരു നിലക്കും ഇസ്രായേലിന്റെ ഭീഷണിയും മുന്നറിയിപ്പുകളും തങ്ങൾ കാര്യമാക്കുന്നില്ല. തങ്ങൾ വരുന്നത് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ച് തങ്ങളെ തടയാൻ ഇസ്രായേലിന് യാതൊരു അധികാരവുമില്ല. 2 കൊല്ലത്തിലധികമായിട്ട് ദുരിതമനുഭവിക്കുന്ന ഈ ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി അവർക്ക് തങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നൽകുക എന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ലക്ഷ്യം മാത്രമാണ് തങ്ങൾക്കുള്ളത്. അത് ഏതെങ്കിലും അർത്ഥത്തിൽ ആയുധ സംവിധാനങ്ങളോട് കൂടിയല്ല തങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഈ സമാധാന നീക്കത്തെ തടയുന്നത് അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അത്തരം നീക്കം നടത്തുന്ന ഇസ്രായേലിന് യാതൊരു നിലക്കും ഈ തങ്ങളെ തടയാനുള്ള അവകാശമില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം ഇതിൽ നിഷാദ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നുമല്ല ഇപ്പോൾ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊള്ളുന്നത്. ഈ ലൈവായിട്ടുള്ള വംശഹത്യ ഏറ്റവും വലിയ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. ആ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലും അമേരിക്കയുമായിട്ടൊക്കെ വലിയ സൗഹൃദം പുലർത്തുന്ന, ഇസ്രായേലിനെ നിലനിർത്താൻ സൈനികമായിട്ടും നയതന്ത്ര തലത്തിലും സാമ്പത്തികമായിട്ടും വലിയ പിന്തുണ നൽകുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ എതിർവികാരം, ആ വികാരം ആ രാജ്യങ്ങളുടെ സുരക്ഷയെ വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറ്റലി, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ചില പുനരാലോചനകൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതും. അത്തരമൊരു സാഹചര്യം കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, പ്രകോപനപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോയതെന്ന് ഇസ്രായേലിനോട് അമേരിക്കയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി ബോട്ടുകളെ വലിയ ആക്രമണമില്ലാതെ, വലിയ തോതിലുള്ള ബലപ്രയോഗമില്ലാതെ ആ ബോട്ടുകളെ പിടികൂടുകയും അതിന്റെ സന്നദ്ധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സുരക്ഷിതമായിട്ട് ജയിലിലേക്ക് മാറ്റാം. കാരണം ഇപ്പോൾ പോലും ഏറ്റവും അവസാനം ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിരിക്കുന്ന ഈ പിടികൂടിയ എല്ലാവരും നല്ല ആരോഗ്യ അവസ്ഥയിലാണ്. അവർക്ക് അവരുടെ ജീവന് യാതൊരു ഭീഷണിയുമില്ല. അവരെ സുരക്ഷിതമായി തന്നെ തങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന വളരെ മൃദുവായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ